ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സുനന്ദയെ സിത്താരയുടെ വീട്ടിലേക്ക് ജോലിക്ക് അയക്കാൻ വേണ്ടി ജോലിയൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ അവർ ജോലിക്ക് പറയുകയാണ്. പിന്നെ സിത്താരയാണെങ്കിൽ തൻ്റെ മകളെ നവീൻ്റെ വീട്ടിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ നവീൻ്റെ വീട്ടിൽ മുത്തശ്ശി സമ്മതിക്കുകയാണ്. പക്ഷേ ആ വീട്ടിലേക്കല്ല, അവരുടെ ഗസ്റ്റ് ഹൗസിലേക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. അവൾ വന്ന് എല്ലാവരെയും പരിചയപ്പെടട്ടെ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിയും മറ്റുള്ളവരോട് പറയുകയാണ്, ഗാഥ വരുമ്പോൾ ഒരിക്കലും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം എന്ന് താക്കീത് കൊടുക്കുകയാണ് കീർത്തിക്കും, കീർത്തിയുടെ അമ്മയ്ക്കും, അതുപോലെ കീർത്തിയുടെ അച്ഛനും. അപ്പം അവരുള്ളിൽ അവളെ വരുന്നതോടുകൂടി അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി മുൻകൂട്ടി കണ്ടുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാൻ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ സിത്താരയാണെങ്കിൽ മകളെ അങ്ങോട്ട് അയക്കുമെങ്കിലും ഉള്ളിലിരിപ്പ് ഈ കല്യാണം എങ്ങനെയും മുടക്കണമെന്നാണല്ലോ അവരുടെ ഉള്ളിലിരിപ്പ്. അപ്പം അവർ അതിനുള്ള തന്ത്രങ്ങളും മെനയുകയാണ്. അപ്പോൾ ഈ നവീനും മാണിക്കുഞ്ഞും സംസാരിക്കുകയാണ്. അപ്പം നവീൻ പറയുന്നുണ്ട്, ഒരിക്കലും സിത്താര മാഡം ഒന്നും കാണാതെ അവളെ ഇങ്ങോട്ട് വിടില്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കൂർമ്മ ബുദ്ധിയുണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളെന്ന് നവീൻ പറയുകയാണ്. നവീന് മനസ്സിലായി അവരെന്തോ ഉദ്ദേശിച്ചിട്ടാണ് ഗാഥയെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യം അവന് മനസ്സിലാകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അതുപോലെ നമ്മുടെ സുനന്ദയാണെങ്കിൽ ജോലിക്ക് ചെല്ലാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. അങ്ങനെ ജോലിക്ക് ചെല്ലുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗാഥയും കൃഷ്ണയും കൂടെ ആ വീട്ടിലേക്ക് കയറി പറ്റുകയാണ്. അങ്ങനെ കൃഷ്ണ കയറുന്ന സമയത്ത് ഒരു ഫ്ലവർ താഴെ വീഴും. അപ്പം നമ്മുടെ സിദ്ധാര ഓടി വന്നിട്ട് ആ ഫ്ലവർ എടുത്ത് നോക്കുമ്പോൾ ആരാന്ന് കാണത്തില്ല. അപ്പം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ സോഫയുടെ ഭാഗത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവർ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ തപ്പുന്നു. അപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അത്ഭുതത്തോടു കൂടിയാണ് അവരെ നോക്കുന്നത്. ഇതാരാണെന്നുള്ള ഒരു വെപ്രാളത്തിലാണ് നോക്കുന്നത്. അങ്ങനെ സിതാര അപ്പോൾ ഒന്നും കാണാത്തത് കൊണ്ട് സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും തിരിഞ്ഞ് സിതാര താഴേക്ക് നോക്കുകയാണ്. അപ്പം വീണ്ടും നമ്മുടെ കൃഷ്ണ അവിടെ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയെ കാണുമോ എന്നറിയില്ല. ഇനി തെറ്റിദ്ധരിക്കുമോ, നമ്മുടെ ഗാഥയായിട്ട് തെറ്റിദ്ധരിക്കുമോ എന്നൊന്നും നാളത്തെ എപ്പിസോഡിലെ കറക്റ്റായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.